നിങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ച ഓം പ്രകാശ് വർമ്മയുടെ ഈ ലേഖനം ശരിക്കും എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. അതെയല്ലേ? സാഹിത്യത്തിലെ എക്കാലത്തെയും വലിയ രണ്ട് ക്ലാസിക്കുകൾ, ഒന്ന് കാഫ്കയുടെ മെറ്റമോർഫോസിസ്, പിന്നെ ജോർജ് ഓർവെലിന്റെ ആനിമൽ ഫാം. സാധാരണയായിട്ട് നമ്മൾ ഇവയെ ഒന്നുകിൽ അസ്തിത്വ ദുഃഖത്തിന്റെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിമർശനത്തിന്റെയോ കണ്ണിലൂടെയാണല്ലോ കാണാറ്. ശരിയാണ്. എന്നാൽ ഈ ലേഖനം ഈ കഥകളെ സമീപിക്കുന്നത് സനത് കുമാരൻ എന്നൊരു ആത്മീയ സങ്കല്പത്തിലൂടെയാണ്. ഇത് തികച്ചും അപ്രതീക്ഷിതമായൊരു കോണാണ്. അതെ, തുടക്കത്തിൽ ഇത് അല്പം വിചിത്രമായി തോന്നാം. പക്ഷേ ലേഖനം മുന്നോട്ടുവെക്കുന്ന വാദം വളരെ ശക്തമാണ്. ഈ സനത് കുമാരൻ എന്ന സങ്കല്പത്തെക്കുറിച്ചൊന്ന് പറയാമോ? ആരാണ് സനത് കുമാരൻ എന്ന് ചോദിച്ചാൽ, ചില ആത്മീയ ദർശനങ്ങളിൽ, പ്രത്യേകിച്ച് തിയോസഫിയിലൊക്കെ മനുഷ്യരാശിയുടെ ഒരു വഴികാട്ടിയായി, ഒരു ആദിമ ഗുരു സങ്കല്പമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. ഓഹോ. ഈ കാഴ്ചപ്പാടിൽ നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങൾ വെറും ബാഹ്യമായ കാര്യങ്ങളല്ല, മറിച്ച് നമ്മുടെ ആന്തരികമായ ബോധത്തിന്റെ പ്രതിഫലനങ്ങളാണ്. അപ്പോ ഈയൊരു കണ്ണട വെച്ചുകൊണ്ടാണ് വർമ്മ ഈ രണ്ട് കഥകളെയും കീറിമുറിച്ച് പരിശോധിക്കുന്നത്. അപ്പോൾ ഈ വിശകലനത്തിന്റെ ഒരു അടിസ്ഥാന ആശയം എന്താണ്? എവിടെയാണ് ഈ രണ്ട് വ്യത്യസ്ത കഥകളും ഒരുമിച്ചു വരുന്നത്? അതിന്റെ കാതൽ ഒരൊറ്റ വാചകമാണ്: ആന്തരികമായ അവബോധമില്ലാത്ത രൂപാന്തരം വൈരൂപ്യമായി മാറും. ആന്തരികമായ അവബോധമില്ലാത്ത രൂപാന്തരം. അതെ, അതായത് ഉള്ളിലൊരു മാറ്റം സംഭവിക്കാതെ പുറമേ മാത്രം നിങ്ങൾ എന്ത് വിപ്ലവം സൃഷ്ടിച്ചാലും അതിന്റെ ഫലം വികൃതമായിരിക്കും. ഗ്രിഗർ സാംസന്ന എന്ന വ്യക്തിയുടെ പതനത്തിലും പിന്നെ ആനിമൽ ഫാമിലെ മൃഗങ്ങളുടെ സാമൂഹിക പതനത്തിലും ഈ ഒരൊറ്റ സത്യമാണ് പ്രതിധ്വനിക്കുന്നതെന്ന് ലേഖനം വാദിക്കുന്നു. കൊള്ളാം, അതൊരു ശക്തമായ തുടക്കമാണ്. അപ്പോൾ നമുക്ക് ഈ ആശയത്തെ പിന്തുടർന്ന് ഈ കഥകളിലേക്ക് ഒന്നുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലാം. തീർച്ചയായും. ഗ്രിഗർ സാംസയിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ഒരു ദിവസം രാവിലെ ഒരു ഭീമൻ പ്രാണിയായി ഉണരുന്ന ആ പാവം സെയിൽസ്മാനിൽ നിന്ന്. അതെ, സാധാരണ വായനയിൽ ഗ്രിഗറിന്റെ ആ മാറ്റം ഒരുതരം ശിക്ഷയോ അല്ലെങ്കിൽ ജീവിതത്തിലെ അസംബദ്ധതയുടെ അടയാളമോ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ശരിയാണ്. എന്നാൽ ഈ ലേഖനം അതിനെ ഒരു ആത്മീയമായ തുറന്നുകാട്ടൽ എന്നാണ് വിളിക്കുന്നത്. സ്പിരിച്വൽ എക്സ്പോഷർ. ആത്മീയമായ തുറന്നുകാട്ടൽ എന്നുവെച്ചാൽ അവന്റെ ശരീരം അവന്റെ ആത്മാവിന്റെ യഥാർത്ഥ അവസ്ഥയെ പുറത്തേക്ക് കാണിച്ചു തന്നു എന്നു മാത്രം. ഒരു നിമിഷം, അത് ഒന്ന് വിശദീകരിക്കാമോ? അവന്റെ ഉള്ളിലെ അവസ്ഥ എന്തായിരുന്നു? ഈ വിശകലനമനുസരിച്ച് ഗ്രിഗർ ഒരു പ്രാണിയായി മാറുന്നതിനു മുൻപ് തന്നെ അവന്റെ ഉള്ളിൽ അവൻ ചുരുങ്ങിക്കഴിഞ്ഞിരുന്നു. അവന്റെ ജീവിതം വെറും 4 തൂണുകളിൽ ഒതുങ്ങിപ്പോയിരുന്നു. 1. ചോദ്യം ചെയ്യാത്ത അനുസരണ. 2. സ്വന്തം വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും അടക്കിവെക്കൽ. 3. അർത്ഥമില്ലാത്ത ത്യാഗം. 4. സ്വന്തം അസ്തിത്വത്തിനു പകരം അവൻ എത്രത്തോളം പ്രയോജനപ്പെടുന്നു എന്നതിനടിസ്ഥാനമാക്കിയുള്ള ഒരു വ്യക്തിത്വം. അവന്റെ ഉള്ളിലെ ആ ഒരു തീ, ആ സ്പാർക്ക്, അതെന്നേ അണഞ്ഞുപോയിരുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നത് ആ പ്രാണിയുടെ രൂപം ഒരു പുതിയ ദുരന്തമായിരുന്നില്ല? അല്ല, മറിച്ച് അതുവരെ അവൻ ജീവിച്ച ജീവിതം എന്ന ദുരന്തത്തിന്റെ ഒരു ബാഹ്യരൂപം മാത്രമായിരുന്നു എന്നാണോ? ലേഖനത്തിൽ പറയുന്ന ആ ഒരു ഉദ്ധരണി ഓർമ്മ വരുന്നുണ്ട്. ഏതാണ്? ഒരു മനുഷ്യൻ പുറമേ പ്രാണിയാകുന്നതിനു മുൻപ് അവൻ ഉള്ളിൽ സ്വയം ചുരുങ്ങാൻ അനുവദിച്ചിട്ടുണ്ടാകും. കൃത്യമായി അതുതന്നെ. ഇവിടെയാണ് യഥാർത്ഥ പരിവർത്തനത്തിനുള്ള സാധ്യത നഷ്ടമായതെന്ന് ലേഖനം പറയുന്നത്. സനത് കുമാരന്റെ കാഴ്ചപ്പാടില് ഗ്രിഗറിന് മുന്നിൽ 3 വഴികളുണ്ടായിരുന്നു. അവൻ കാണാതെ പോയ 3 രക്ഷാമാർഗങ്ങൾ. ഓ, എന്തൊക്കെയായിരുന്നു അത്? ആ ഒരൊറ്റ ചോദ്യം മതിയായിരുന്നു അവന്റെ ഉള്ളിലെ കെട്ടുപോലെ തീപ്പൊരിയെ വീണ്ടും ജ്വലിപ്പിക്കാൻ. പക്ഷേ ഒരു കാര്യം ചോദിക്കട്ടെ, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് ഒരു നല്ല കാര്യമല്ലേ? അതിനെ എങ്ങനെയാണ് ഈ ലേഖനം ഒരു കുറവായി കാണുന്നത്? വിഷലിപ്തമായ കടമ, അതായത് ടോക്സിക് ഡ്യൂട്ടി എന്നൊരു പ്രയോഗം ഞാൻ കണ്ടു. വളരെ പ്രസക്തമായ ചോദ്യമാണ്. സാധാരണ കടമയും ഈ വിഷലിപ്തമായ കടമയും തമ്മിലുള്ള അതിർവരമ്പെവിടെയാണ്? സ്നേഹത്തിൽ നിന്നും സന്തോഷത്തിൽ നിന്നും വരുന്ന കടമയല്ല ഇവിടെ പ്രശ്നം. മറിച്ച് സ്വന്തം മൂല്യം മറ്റുള്ളവരെ ആശ്രയിച്ചിരിക്കുന്നു എന്ന ഭയത്തിൽ നിന്നു വരുന്ന കടമയാണ് വിഷലിപ്തമായ കടമ. മനസ്സിലായി. ഞാൻ അവർക്കു വേണ്ടി ഇതു ചെയ്തില്ലെങ്കിൽ എനിക്കൊരു വിലയുമില്ല എന്ന ചിന്ത. ഗ്രിഗറിന്റെ ത്യാഗം സ്നേഹത്തെക്കാൾ ഉപരി ആ ഭയത്തിൽ നിന്നായിരുന്നു. ആ കർമ്മപരമായ ഭാരം അവൻ ഉപേക്ഷിച്ചിരുന്നെങ്കിലോ അവന് രക്ഷപ്പെടുമായിരുന്നു. അതെ, അവൻ ഒരുപക്ഷേ സ്വതന്ത്രനാകുമായിരുന്നു. അതാണ് രണ്ടാമത്തെ വഴി. അപ്പോൾ മൂന്നാമത്തെ വഴിയോ? മൂന്നാമത്തേതും ഏറ്റവും സ്വന്തം ധർമ്മം ജീവിക്കുക എന്നതായിരുന്നു. സ്വന്തം ധർമ്മം? അതെ,
മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒടുവിൽ സ്വന്തം രൂപം തന്നെ നഷ്ടപ്പെടുമെന്നാണ് ഈ വിശകലനം പറയുന്നത്. എന്നാൽ സ്വന്തം സ്വഭാവത്തോട്, സ്വന്തം സത്യത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരാൾ അവന്റെ ഏറ്റവും ഉയർന്ന സാധ്യതയിലേക്ക് സ്വയം രൂപാന്തരപ്പെടുന്നു. ഒരു പുഴു പൂമ്പാറ്റിയാകുന്നതുപോലെ. അതെ, ഒരു പുഴു പൂമ്പാറ്റയാകാൻ സ്വയം തെരഞ്ഞെടുക്കുന്നതുപോലെ. ഗ്രിഗർ രൂപാന്തരപ്പെട്ടില്ല, അവൻ ജീർണിച്ചു പോവുകയായിരുന്നു. തിരഞ്ഞെടുക്കപ്പെടാതെ പോയൊരു രൂപാന്തരമാണ് ജീർണത. അപ്പോൾ ഒരു വ്യക്തിയുടെ ആന്തരികമായ തിരഞ്ഞെടുപ്പില്ലായ്മ അവനെ എങ്ങനെ നശിപ്പിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. ഇനി ഇതേ ആശയം ഒരു സമൂഹത്തിന്റെ കാര്യത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. ഒരു വ്യക്തിയുടെ ഉള്ളിലെ തകർച്ച ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങുമ്പോൾ ഒരു സമൂഹത്തിന്റെ ആന്തരിക തകർച്ചയോ ഒരുപക്ഷെ അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായിരിക്കും ആനിമൽ ഫാം അല്ലേ? തീർച്ചയായും. ഗ്രിഗറിന്റെ വ്യക്തിപരമായ ദുരന്തത്തിൽ നിന്ന് നമ്മൾ ആനിമൽ ഫാമിലെ സാമൂഹിക ദുരന്തത്തിലേക്ക് കടക്കുകയാണ്. അതെ, മൃഗങ്ങൾ മനുഷ്യനായ മിസ്റ്റർ ജോൺസിനെ തുരത്തി ഒരു സമത്വസുന്ദര ലോകം സ്വപ്നം കണ്ടു. പക്ഷെ അവസാനം സംഭവിച്ചതെന്താണ്? പന്നികൾ മനുഷ്യരെക്കാൾ ക്രൂരരായ ഭരണാധികാരികളായി മാറി. എന്തുകൊണ്ട്? പഴയ ചിന്തകൾ കൊണ്ട് പുതിയൊരു ലോകം സൃഷ്ടിക്കാനാവില്ല എന്ന ഒറ്റ വാക്യത്തിൽ ലേഖനം അതിന്റെ ഉത്തരം പറയുന്നു. പക്ഷെ ഒരു സംശയം, ഓർവെൽ ഇത് എഴുതിയത് സ്റ്റാലിനിസ്റ്റ് റഷ്യയുടെ ഒരു രാഷ്ട്രീയ അലിഗറിയായിട്ടല്ലേ? അധികാരത്തിന്റെ അഴിമതിയെക്കുറിച്ചല്ലേ അദ്ദേഹം സംസാരിച്ചത്? അതെ. അതിനെ ഇങ്ങനെ ഒരു ആത്മീയ തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആ കൃതിയോട് ചെയ്യുന്ന നീതികേടാവില്ലേ? അതൊരു നല്ല ചോദ്യമാണ്. അതൊരു നീതികേടല്ല, മറിച്ച് ആ രാഷ്ട്രീയ വിമർശനത്തിന് കൂടുതൽ ആഴത്തിലുള്ളൊരു തലം നൽകുകയാണ് വിശകലനം ചെയ്യുന്നത്. ഓഹോ. രാഷ്ട്രീയമായ അഴിമതി എവിടെ നിന്നാണ് വരുന്നത്? അത് മനുഷ്യന്റെ, അല്ലെങ്കിൽ ഈ കഥയിൽ മൃഗത്തിന്റെ ഉള്ളിലെ ഭയം, അത്യാഗ്രഹം, അജ്ഞത എന്നിവയിൽ നിന്നല്ലേ? ശരിയാണ്. പുറമേയുള്ള ശത്രുവിനെ മിസ്റ്റർ ജോൺസിനെ അവർ തുരത്തി, പക്ഷേ അവരുടെ ഉള്ളിലെ ശത്രുക്കളെ അവർ കൂടെ കൂട്ടി. അതുകൊണ്ട് വിപ്ലവം നടന്നു, പക്ഷേ പരിണാമം നടന്നില്ല. അപ്പോ ഗ്രിഗറിന്റെ കാര്യത്തിലെന്ന പോലെ? അതെ, പുറമേയുള്ള മാറ്റം ഉള്ളിലെ മാറ്റമില്ലായ്മയെ തുറന്നുകാട്ടുകയായിരുന്നു. നമുക്ക് ആ ഫാമിലിയിലെ പ്രധാന കഥാപാത്രങ്ങളെ ഈ ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കാം. ആദ്യം ഓൾഡ് മേജർ, വിപ്ലവത്തിനെ തിരികൊളുത്തിയ ആ പന്നി. അദ്ദേഹത്തിന്റെ സ്വപ്നം ശുദ്ധമായിരുന്നു, അല്ലേ? സ്വപ്നം ശുദ്ധമായിരുന്നു, ഒരു സംശയവുമില്ല. പക്ഷേ അദ്ദേഹം വിപ്ലവത്തിന് തിരികൊളുത്തി, ഉണർവിന് തിരികൊളുത്തിയില്ല. അദ്ദേഹം മൃഗങ്ങൾക്കൊരു പുതിയ നിയമം നൽകി, പക്ഷെ ആ നിയമം ഉൾക്കൊള്ളാനുള്ള പുതിയ ബോധം നൽകിയില്ല. ഒരു കാഴ്ചപ്പാട് മാത്രം പോരാ, അത് സ്വീകരിക്കാൻ പാകപ്പെട്ട ഒരു ആന്തരികാവസ്ഥ കൂടി വേണമെന്നാണ് ലേഖനം സൂചിപ്പിക്കുന്നത്. സ്നോബോളിന്റെ കാര്യമോ? അയാൾക്ക് നല്ല ആശയങ്ങളുണ്ടായിരുന്നു, കാറ്റാടിയന്ത്രം പോലുള്ള പദ്ധതികൾ. അതെ, സ്നോബോൾ ബുദ്ധിയുടെ പ്രതീകമാണ്. തന്ത്രങ്ങളുണ്ട്, പദ്ധതികളുണ്ട്, പക്ഷെ ആന്തരികമായ നിശ്ചലതയില്ല. അയാൾ ആശയങ്ങൾ നിർമ്മിച്ചു, ബോധത്തെ നിർമ്മിച്ചില്ല. ഒരു യഥാർത്ഥ പരിവർത്തനത്തിന് ബുദ്ധിയും നിശബ്ദതയും ഒരുപോലെ വേണം. എന്നാൽ നെപ്പോളിയൻ നേരെ മറിച്ചാണ്. ശുദ്ധിയില്ലാത്ത മൃഗീയമായ അധികാരത്തിന്റെ പ്രതീകം. ലേഖനം പറയുന്നതുപോലെ അധികാരം നേടുന്നതിലൂടെ അഹംബോധം ജ്ഞാനോദയം നേടുന്നില്ല, അത് കൂടുതൽ കഠിനമാവുകയാണ് ചെയ്യുന്നത്. അത് വളരെ ശക്തമായ ഒരു നിരീക്ഷണമാണ്. ഉള്ളിൽ ശുദ്ധീകരണം നടക്കാത്തൊരു നേതാവ് ഒരു സ്വേച്ഛാധിപതിയായി മാറുന്നത് ഒരു തരം കർമ്മപരമായ അനിവാര്യതയാണ്. ഇതിലെ ഏറ്റവും ദുഃഖകരമായ കഥാപാത്രം ബോക്സർ എന്ന കുതിരയാണ്. ഞാൻ കൂടുതൽ അധ്വാനിക്കും, നെപ്പോളിയൻ എപ്പോഴും ശരിയാണ് എന്ന് വിശ്വസിച്ച് സ്വയം ഇല്ലാതാവുന്നവൻ. അതെ, അവന്റെ വിവേചനമില്ലാത്ത ഭക്തി ഒരുപാട് സമൂഹങ്ങളുടെ പ്രതീകമാണെന്ന് തോന്നുന്നു. തീർച്ചയായും. നമ്മുടെയൊക്കെ ഓഫീസുകളിലും സമൂഹത്തിലും ഇത്തരം ബോക്സർമാരെ കാണാൻ സാധിക്കും. ചിന്തയില്ലാതെ ഞാൻ കൂടുതൽ അധ്വാനിക്കാം എന്ന് വിശ്വസിച്ച് സ്വയം എരിഞ്ഞുതീരുന്നവർ. അതൊരു വ്യക്തിപരമായ ദുരന്തം മാത്രമല്ല, അല്ല, ഒരു സിസ്റ്റത്തിന്റെ പരാജയം കൂടിയാണ്. ഭക്തി നല്ലതാണ്, പക്ഷെ അത് വിവേകമില്ലാത്തതാകുമ്പോൾ അടിമത്തമായി മാറുന്നു. ബോക്സർ വിപ്ലവത്തിന്റെ ഇന്ധനമായിരുന്നു, പക്ഷെ അവനൊരിക്കലും അതിന്റെ വെളിച്ചം കണ്ടില്ല. അപ്പോൾ മൊത്തത്തിൽ ആ ഫാം പരാജയപ്പെട്ടത് നിയമങ്ങൾ മാറിയതുകൊണ്ടല്ല, അല്ല, മറിച്ച് ബോധം മാറാതിരുന്നതുകൊണ്ടാണോ ഈ വിശകലനം പറയുന്നത്? അതെ, അവർക്ക് വേണ്ടത് കാഴ്ചപ്പാടിനു മുൻപ് സദ്ഗുണമായിരുന്നു. വേർച്യു ബിഫോർ വിഷൻ. ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനു മുൻപ് ഒരുമിച്ച് ധ്യാനിക്കണമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഭയത്തിനു പകരം ഉണർവായിരുന്നു അവരുടെ സമൂഹത്തിന്റെ അടിത്തറയാകേണ്ടിയിരുന്നത്. ആന്തരികമായ അഗ്നിയില്ലാതെ പുറമേയുള്ളതെല്ലാം ചാരമായി മാറും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആനിമൽ ഫാം. അപ്പോൾ ഗ്രിഗർ സാംസർ എന്ന ഒറ്റപ്പെട്ട മനുഷ്യനും ആനിമൽ ഫാമിലെ മൃഗങ്ങളുടെ സമൂഹവും
ഈ രണ്ട് കഥകളും എങ്ങനെയാണ് ഒന്നാകുന്നത്? അതാണ് ഇതിലെ രസകരമായ കാര്യം. ഒരു വ്യക്തിയുടെ മുറിയിലെ ഏകാന്തതയും ഒരു ഫാമിലെ അധികാര വടംവലിയും തമ്മിൽ എന്താണ് യഥാർത്ഥ ബന്ധം? ഈ രണ്ട് കഥകളും അടിസ്ഥാനപരമായി ഒരേ പരാജയത്തിന്റെ രണ്ട് മുഖങ്ങളാണെന്നാണ് സനത് കുമാരന്റെ കാഴ്ചപ്പാടിലെ ലേഖനം പറയുന്നത്. ഒരേ പരാജയത്തിന്റെ രണ്ട് മുഖങ്ങൾ. അതെ. ഗ്രിഗർ പരാജയപ്പെട്ടത് അവന്റെ ആന്തരികമായ തടവറയെ ചോദ്യം ചെയ്യാത്തതുകൊണ്ടാണ്. അവന്റെ നിശബ്ദമായ അനുസരണ, അവന്റെ അർത്ഥമില്ലാത്ത ത്യാഗം, അതായിരുന്നു അവന്റെ യഥാർത്ഥ തടവറ. പ്രാണിയുടെ രൂപം ഒരു ചിഹ്നം മാത്രമായിരുന്നു. ഒരു ചിഹ്നം മാത്രം. മൃഗങ്ങളുടെ കാര്യത്തിലോ? മൃഗങ്ങൾ പരാജയപ്പെട്ടത് അവർ പുറമേയുള്ള തടവറയെ മാത്രം തകർത്തതുകൊണ്ടാണ്. മിസ്റ്റർ ജോൺസന്റെ ഫാം എന്ന ബാഹ്യ തടവറയെ അവർ തകർത്തു. പക്ഷേ ഉള്ളിലെ തടവറകൾ? അതെ, അവരുടെ ഉള്ളിലെ ഭയം, അത്യാഗ്രഹം, അജ്ഞത എന്നീ തടവറകളെ അവർ സ്പർശിച്ചതേയില്ല. അതുകൊണ്ടവർ ഒരു സ്വേച്ഛാധിപതിയെ മാറ്റി മറ്റൊരു സ്വേച്ഛാധിപതിയെ സ്ഥാപിച്ചു. അത്രമാത്രം. നിർണായകമായ ഉദ്ധരണി ഇവിടെ വളരെ പ്രസക്തമാണ്. രൂപാന്തരം ആന്തരികമാണ്, വിപ്ലവം ബാഹ്യമാണ്. നിങ്ങൾ ആദ്യത്തേത് തിരഞ്ഞെടുക്കുമ്പോൾ രണ്ടാമത്തേത് സ്വാഭാവികമായി സംഭവിക്കും. നിങ്ങൾ രണ്ടാമത്തേത് മാത്രം തിരഞ്ഞെടുത്താൽ ആദ്യത്തേത് നിങ്ങളെ നശിപ്പിക്കാനായി ഉയർത്തെഴുന്നേൽക്കും. അതെ, ആനിമൽ ഫാമിൽ സംഭവിച്ചത് അക്ഷരാർത്ഥത്തിൽ അതുതന്നെയാണ്. അവർ വിപ്ലവം തിരഞ്ഞെടുത്തു, പക്ഷേ രൂപാന്തരത്തെ മറന്നു. അവസാനം അവരുടെ ഉള്ളിലെ മൃഗീയത തന്നെ അവരെ നശിപ്പിക്കാൻ ഉയർത്തെഴുന്നേറ്റു. രണ്ട് കഥകളിലെയും മാറ്റങ്ങൾ വൈരൂപ്യമായി മാറിയതിന് കാരണമൊന്നുതന്നെയാണ്: അവബോധത്തിന്റെ അഭാവം. അവബോധത്തിന്റെ അഭാവം. ഗ്രിഗറിന്റെ മാറ്റം ഒരു ബോധപൂർവമായ തിരഞ്ഞെടുപ്പായിരുന്നില്ല, അതൊരു നിസ്സഹായമായ വീഴ്ചയായിരുന്നു. മൃഗങ്ങളുടെ വിപ്ലവം ഒരു ബോധപൂർവമായ സൃഷ്ടിയായിരുന്നില്ല, അതൊരു പ്രതികരണം മാത്രമായിരുന്നു. ആന്തരികമായ ഒരു വഴികാട്ടിയില്ലാത്തതുകൊണ്ട് രണ്ട് യാത്രകളും വഴിതെറ്റിപ്പോയി. ഈ വിശകലനം ഒരു ബദൽ സാധ്യതയെക്കുറിച്ച് പറയുന്നുണ്ടോ? എല്ലാം ദുരന്തമായി അവസാനിച്ചല്ലോ. എങ്ങനെയായിരുന്നു ഇത് ശരിയായി സംഭവിക്കേണ്ടിയിരുന്നത്? തീർച്ചയായും. ലേഖനം അവസാനിക്കുന്നത് അഗ്നിവിദ്യ അഥവാ ആന്തരിക അഗ്നിയിലൂടെയായിരുന്നു ഈ മാറ്റങ്ങളെ സമീപിച്ചിരുന്നെങ്കിൽ കഥ മറ്റൊന്നാകുമായിരുന്നു എന്ന സാധ്യത മുന്നോട്ടുവെച്ചുകൊണ്ടാണ്. ഉദാഹരണത്തിന് ഗ്രിഗർ ആന്തരികമായ ഉണർവിലൂടെ കടന്നുപോയിരുന്നെങ്കിൽ അവനൊരു പ്രാണിയായി ഉണരുന്നതിനു പകരം ഒരു സാക്ഷിയായി ഉണരുമായിരുന്നു. ഒരു സാക്ഷിയായി? അതെ. തന്റെ ജീവിതത്തെയും തന്റെ ബന്ധങ്ങളെയും തന്റെ കടമകളെയും പുറത്തുനിന്ന് നിർമ്മമനായി നിരീക്ഷിക്കുന്ന ഒരാളായി. ഒരുപക്ഷെ അവന്റെ ശരീരം മാറില്ലായിരുന്നു, പക്ഷേ അവന്റെ കാഴ്ചപ്പാട് മാറുമായിരുന്നു. അതായിരുന്നു യഥാർത്ഥ രൂപാന്തരം. ആനിമൽ ഫാമിന്റെ കാര്യത്തിലോ? അവിടെ എങ്ങനെയാണ് ഈ അഗ്നിവിദ്യ പ്രസക്തമാകുന്നത്? മൃഗങ്ങൾ മിസ്റ്റർ ജോൺസിനോടുള്ള പ്രതികരണത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സമൂഹത്തിനു പകരം ഓരോരുത്തരുടെയും ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുമായിരുന്നു. അധികാരം പിടിച്ചെടുക്കുന്നതിനു പകരം അത് വികേന്ദ്രീകരിക്കുമായിരുന്നു. നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനു പകരം ബോധം സ്വയം നിയമമാകുമായിരുന്നു. അപ്പോ യഥാർത്ഥ മാറ്റം മാനസികവും ആത്മീയവും അസ്തിത്വപരവുമാണ്, ഭൗതികമോ രാഷ്ട്രീയപരമോ അല്ല എന്നാണ് ലേഖനം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഭയത്തിൽ നിന്ന് അവബോധത്തിലേക്കും, കടമയിൽ നിന്ന് ധർമ്മത്തിലേക്കും, പ്രതികരണത്തിൽ നിന്ന് തിരിച്ചറിവിലേക്കും, രൂപത്തിൽ നിന്ന് സത്തയിലേക്കും, പിന്നെ അഹംബോധത്തിൽ നിന്ന് ആന്തരിക അഗ്നിയിലേക്കുമുള്ള ഒരു യാത്രയാണത്. ആ യാത്ര നടക്കാത്തതുകൊണ്ടാണ്. അതെ, ആ യാത്ര നടക്കാത്തതുകൊണ്ടാണ് സാഹിത്യത്തിലെ ഈ രണ്ട് ക്ലാസിക് കഥകളും ഇന്ന് നമ്മെ വേട്ടയാടുന്ന ദുരന്തങ്ങളായി അവസാനിക്കുന്നത്. അപ്പോൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന പ്രധാന ആശയം ഇതാണ്: യഥാർത്ഥ പരാജയം രൂപം മാറിയതിലായിരുന്നില്ല, അല്ല, മറിച്ച് അബോധമായി രൂപം മാറിയതിലായിരുന്നു. വിപ്ലവം നടത്തിയതിലായിരുന്നില്ല, മറിച്ച് ഉണർവില്ലാതെ വിപ്ലവം നടത്തിയതിലായിരുന്നു. കൃത്യമായി. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു ചോദ്യം ബാക്കി വയ്ക്കാം. ഈ കഥകളിലെ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ബാഹ്യമായ വിപ്ലവങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ശാരീരികമോ സാമൂഹികമോ ആയ രൂപാന്തരങ്ങൾ എന്തെല്ലാമാണ്? പക്ഷേ അതിനെല്ലാം മുൻപ് ഈ ലേഖനം പറയുന്ന ആ ആന്തരിക അഗ്നിയെ, നിങ്ങളുടെ ഉള്ളിലെ ആ യഥാർത്ഥ ബോധത്തെ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം ഒരുപക്ഷേ അതിനേക്കാളെല്ലാം പ്രധാനപ്പെട്ട ഒന്നായിരിക്കും.